ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രീജിത്ത് കമൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലൊരു അക്വേറിയം 2-2.5 മാസമായിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇടാൻ വേണ്ടി നമ്മളൊരു മീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളൊരു മീനെ പുതിയതായിട്ട് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മുടെ അക്വേറിയത്തിലോട്ട് അതിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പം അതിലൂടെ ആ മീനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യണം, വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അക്വേറിയം. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇതിനകത്താണ് നമ്മുടെ പുതിയ മീനെ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് കൂത്താടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കൊതുവിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് അതിനെയൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പം നമ്മളകത്തെ കല്ല് മൊത്തം അരി അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് കല്ല് അവിടെ കിടപ്പുണ്ട്. പിന്നെ ആ കിടക്കുന്ന പൊടി പോലത്തെ അത് ആ കല്ലിൻ്റെ പൊടിയാണ്. അപ്പം അഴുക്കൊന്നുമില്ല, കല്ലിൻ്റെ പൊടികളാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ അക്വേറിയം ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അകത്ത് മാത്രമല്ല നമ്മുടെ പുറത്തും ഇതുപോലെ അഴുക്കുകൾ പറ്റിയിരിക്കും. അപ്പം നമ്മളതൊരു പേപ്പറോ, അതായത് ഉണങ്ങിയ ഒരു പേപ്പറോ എല്ലാം ഇട്ട് തുടയ്ക്കുന്നതായിരിക്കും നല്ലത്. തുണി നനച്ച് തുടയ്ക്കുന്നതിനെക്കാട്ടി നമ്മളൊരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസോ എടുത്ത് തുടയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ വെളിവശത്ത് ഇത്ര അഴുക്കുണ്ടായിരുന്നു. അപ്പം ഇത്ര അഴുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അക്വേറിയത്തിലെ വെള്ളം എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരു ക്ലിയർ വിഷൻ കിട്ടത്തില്ല, മീനെ കാണാനൊരു ഭംഗി കാണത്തില്ല. അപ്പം ഈ അഴുക്ക് നമ്മളൊരു പേപ്പർ എടുത്ത് തുടച്ച് കളഞ്ഞാൽ നമ്മുടെ അക്വേറിയം കാണാൻ ഇച്ചിരി ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ അക്വേറിയം ഇവിടെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. വേണ്ടില്ലേ, നമ്മുടെ കൈയൊക്കെ ഇടുമ്പം ക്ലിയർ വിഷൻ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിനിയും ഇതിനകത്ത് നമ്മുടെ പഴയ കല്ലുകളൊക്കെ നിറയ്ക്കാം. അപ്പോൾ കല്ലുകൾ നിറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഒരു 3-4 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മണൽ നിരത്താമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ലൈവ് പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ നടാം. അല്ലെങ്കിൽ തന്നെ മണൽ നിരത്താമെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ മണലില്ലാത്തതുകൊണ്ട് ഞാൻ മണൽ നിരത്തുന്നില്ല. നിരത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിരത്തിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം നമുക്കിനിയും നമ്മുടെ അക്വേറിയത്തിലെ കല്ലുകളൊക്കെ അതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ കല്ലുകളൊക്കെ നിരത്തുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം. കയ്യിൽ നിന്ന് കല്ല് താഴെ വീണാൽ നമ്മുടെ അക്വേറിയത്തിന് വിള്ളലുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഫൈബർ അക്വേറിയം ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിള്ളൽ വീഴത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം ഗ്ലാസ് അക്വേറിയം യൂസ് ചെയ്യുന്നവർ കെയർഫുള്ളായിട്ട് കല്ലുകളൊക്കെ നിരത്തിയിടുക. പിന്നെ അക്വേറിയം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മീനുകളുടെ ദേഹത്ത് കൊണ്ട് മീനുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു സാധനങ്ങളും അക്വേറിയത്തിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് മൂർച്ചയുള്ള കല്ലുകൾ അതുപോലുള്ള ഒരു കാര്യങ്ങളും അക്വേറിയത്തിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് മീനുകളുടെ ദേഹത്ത് കൊള്ളുകയും അവിടെ ഫംഗസ് ഉണ്ടായിട്ട് മീനുകളുടെ ജീവനെ തന്നെ അത് ആപത്താവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മീനെ വാങ്ങിച്ചത് ആ കവറോടെ തന്നെ ഇതിനകത്ത് കൊണ്ടുവരണം. മീനിൻ്റെ വെള്ളത്തിൻ്റെതും നമ്മുടെ അക്വേറിയത്തിലുള്ള വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ തമ്മിൽ ഈക്വൽ ആകാൻ വേണ്ടി നമ്മൾ കവറോടെ മീനെ അതിനകത്ത് ഇടുക. എന്നിട്ട് പിന്നെ മീനെ ഇറക്കി വിടാൻ നേരം നിങ്ങളെ ഞാൻ കാണിക്കാം. നമുക്കിനി അവനെ തുറന്നു വിടാം.
മീനുകളെ അക്വേറിയത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് കവർ സഹിതം ഇതുപോലൊരു 10-15 മിനിറ്റ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പം അവരെ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ നമ്മുടെ അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ തമ്മിൽ ടെമ്പറേച്ചർ ഈക്വൽ ആവും. വലിയ മീനുകളെ ഇതുപോലെ നമ്മൾ നെറ്റിൽ കോരിയിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. അവരുടെ ചിറകുകളോ എന്തെങ്കിലും നെറ്റിൽ ഉടക്കിയിരിപ്പുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഡാമേജ് ആകുകയും അവരുടെ ജീവനെ തന്നെ അത് ആപത്തായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇതിൻ്റെ പേര് ആൽബിനോ ഓസ്കാർ എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടിട്ടേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഒരാളെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഈ കാണുന്ന പോലല്ല, ഇവർ ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഒരാളെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ അടി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓസ്കാറിൻ്റെ കൂടെ ഇടാൻ പറ്റിയ വേറെ മീനെന്ന് പറഞ്ഞാൽ അത് ഏത് മീനാണെങ്കിലും അതിനെക്കാട്ടി വലിപ്പം കൂടിയ മീനായിരിക്കണം, അല്ലെങ്കിൽ അവർ അതിനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്കിതറിയാത്തതുകൊണ്ട് ഞാൻ നേരത്തെ 2 ഓസ്കാറിനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായി, രണ്ടുപേരും ചത്തുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓസ്കാറിനെ കൊണ്ടുവന്നേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഒരു ഓസ്കാറിനെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവന് കൂട്ടായിട്ട് ആരെയും കൊണ്ട് ഇടാത്തത്. കൂട്ടായിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവനതിനെ റെഡിയാക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്കാർ. ഇത് ആൽബിനോ ഓസ്കാറാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇരിക്കുന്ന ടൈഗർ ഓസ്കാർ ഉണ്ട്, അത് ബ്രൗൺ കളറായിരിക്കും. പിന്നെ നമുക്ക് ഫയർ റെഡ് ഓസ്കാർ ഉണ്ട്. ഫയർ റെഡ് ഓസ്കാറും ആൽബിനോ ഓസ്കാറും ഏകദേശം ഒരേപോലെ ഇരിക്കും. ആൽബിനോയ്ക്കാണ് ദേഹത്ത് ഇങ്ങനെ പാട് പോലെ കളർ വരുന്നത്. ഫയർ റെഡിന് അല്ലാതെ ഒരു പകുതി മുക്കാലോളം റെഡ് ഷെയ്ഡായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ മീനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളോട് പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പോളോയുടെ റിവ്യൂ ചെയ്തപ്പം എല്ലാവരും പറഞ്ഞായിരുന്നു സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ഒരു മൈക്ക് മേടിക്കണം എന്നൊക്കെ. അപ്പം നമ്മളൊരു ചെറിയ ലോ ബഡ്ജറ്റ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം തൽക്കാലം നമുക്കിത് മതി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിലുള്ള വേറൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. ബൈ ബൈ.